السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد. باب ما جاء في ذكر خاتم رسول الله صلى الله عليه وسلم. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മോതിരത്തെ പറയുന്നതിൽ വന്ന ഹദീസിനെ സംബന്ധിച്ചുള്ള ബാബ്. ഹദ്ദസന ഖുതൈബത്ത് ബിൻ സഈദ് അങ്ങനെ തുടങ്ങി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ കാന ഖാതമുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ വരിഖിൻ. റസൂലുള്ളാഹിന്റെ മോതിരമായിരുന്നു വരിഖിനാലായിരുന്നു. വരിഖ് റായിന് കസ്റ് കൊണ്ടും സുക്കൂന് കൊണ്ടും പറയാറുണ്ട്. വെള്ളിയാൽ ഉള്ളതായിരുന്നു. വകാന ഫസ്സുഹു ഹബശിയൻ. അതിൻ്റെ കല്ല് ഹബശിയായിരുന്നു. ഹബശി എന്ന് പറഞ്ഞാൽ ഹബശയിൽ നിന്നായിരുന്നു അതിൻ്റെ ഉൽപാദനം, അതിൻ്റെ ഉറവിടം അവിടെയാണ്. ഹബശി എന്ന് പറയുമ്പോൾ ഹജറൻ മൻസൂബൻ ഇലൽ ഹബശി, ഹബശിയിലേക്ക് ചേർക്കപ്പെട്ട കല്ല്. ലിഅന്നഹു മഅദനുഹു, കാരണം ഹബശയാണ് ഈ കല്ലിൻ്റെ ഉറവിടം, അവിടുന്നാണത് ലഭിക്കല്. വേറെ ഒരു അഭിപ്രായം അതിൻ്റെ ഫസ് കല്ല് അഖീഖായിരുന്നു എന്നുണ്ട്. അപ്പോൾ ഗോമേതകം, വൈഡൂര്യം ഈ ഇനത്തിൽപ്പെട്ടതായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. അതാണ് ഇവിടെ ഹബശിയായ കല്ലായിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അതല്ല അഖീഖായിരുന്നു എന്ന് വേറെ ചില റിവായത്തുകളിലും ഹദീസുകളിലൊക്കെ വന്നിട്ടുണ്ട്. അടുത്ത ഹദീസ് അനിബിന് ഉമറ റളിയല്ലാഹു അൻഹുമ അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തഖദ ഖാതമൻ മിൻ ഫിദ്ദത്തിൻ. റസൂലുള്ളാഹി തങ്ങൾ വെള്ളിനാലുള്ള ഒരു മോതിരത്തെ ഉണ്ടാക്കി. ഫകാന യഖ്തിമു ബിഹി, അങ്ങനെ ആ മോതിരം കൊണ്ട് റസൂലുള്ളാഹി ശീല് വെക്കുമായിരുന്നു. രാജാക്കന്മാരിലേക്കൊക്കെ എഴുത്തയക്കുമ്പോൾ, പ്രമുഖരിലേക്കൊക്കെ എഴുത്തയക്കുമ്പോൾ അതിന് ശീല് വെക്കും. വലാ യൽബസുഹു, റസൂലുള്ളാഹി അതിനെ ധരിച്ചിരുന്നില്ല എന്നാണ്. അടുത്ത ഹദീസ് 90-ാം നമ്പർ ഹദീസാണ്. ഹദ്ദസന ഇസ്ഹാഖ് ബിനു മൻസൂരിൻ അങ്ങനെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല ലമ്മ അറാദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ റസൂൽ ഉദ്ദേശിച്ചപ്പോൾ യക്തുബ ഇലൽ അജമി, അജമിലേക്ക്, അജമ് എന്ന് പറഞ്ഞാൽ അറബികളല്ലാത്തവരിലേക്ക്, അതിൽ റോമക്കാരും അല്ലാത്തവരൊക്കെ പെടും, അവരിലേക്ക് എഴുത്തയക്കാൻ റസൂലുള്ളാഹി ഉദ്ദേശിച്ചപ്പോൾ ഖീല ലഹു, റസൂലുള്ളാഹിനോട് പറയപ്പെട്ടു, ഇന്നൽ അജമ, നിശ്ചയം ഈ അനറബികൾ, ലാ യഖ്ബലൂന, അവർ സ്വീകരിക്കൂല, ഇല്ലാ കിതാബൻ അലൈഹി ഖാതമുൻ, ഒരു എഴുത്തിനെ അല്ലാതെ സ്വീകരിക്കൂല. എങ്ങനത്തെ എഴുത്താണ്? അലൈഹി, അതിൻ്റെ മേലുണ്ട്, ഖാത്തമുണ്ട് എന്ന് പറഞ്ഞാൽ നഖ്ശു ഖാത്തമിൻ എന്നർത്ഥം. ഒരു മോതിരത്തിൻ്റെ ചിത്രമുണ്ട്. അപ്പോൾ അതിൻ്റെ മേലൊരു മോതിരം അടയാളപ്പെടുത്തി വെച്ചെങ്കിലേ പറ്റുള്ളൂ. അപ്പോഴേ അതൊരു വിശ്വസ്തത വരുള്ളൂ, വിശ്വാസ്യത കൈവരുകയുള്ളൂ. ഈ എഴുതുന്ന ആളുടെ ഇതാണ് ഇത് എന്നറിയാനുള്ള ഒരു ശീലം. അങ്ങനെ ഫസ്തന ഖാത്തമൻ, റസൂലുള്ളാഹി തനിക്ക് വേണ്ടി ഒരു മോതിരം ഉണ്ടാക്കാൻ വേണ്ടി കൽപ്പിച്ചു.
ഫകഅന്നി അൻദുറു ഇലാ ബയാദിഹി ഫി കഫിഹി, റസൂലുള്ളാഹിൻ്റെ മുൻകൈയിൽ അതിൻ്റെ വെളുപ്പിലേക്ക് ഞാൻ നോക്കുന്നത് പോലെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും ഉറപ്പായിട്ട് വെള്ളിയുടെയാണ്, അതുകൊണ്ട് തിളക്കണ്ട്, അത്രയും ഉറപ്പാണ് എന്നതിലേക്ക് സൂചനയാണ് ഇപ്പം മൂപ്പരാ പറയേണ്ടത്. ഞാൻ എനിക്ക് നോക്കുന്നത് പോലെ ഉണ്ട് ഇപ്പോൾ ഈ ഹദീസ് പറയുമ്പോൾ. അപ്പോൾ ഇത് ഇങ്ങനെ എഴുത്തുകൾ അയക്കുക, അത് പ്രവാചകന്മാരുടെ ഒരു രീതിയാണ് എന്ന കാര്യം ഇതിൽ നിന്ന് വരുന്നു. മുൻഗാമികളും പിൻഗാമികളുമായ എല്ലാ പ്രവാചകന്മാരും അത് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ തൊട്ട് ഇക്കാര്യം അറിയപ്പെട്ട ഒരു വിഷയമാണ്. ആദ്യമായി അറിയപ്പെട്ടത് സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ തൊട്ടാണെന്ന് പറയാം. കാരണം ബിൽഖീസിലേക്ക് ഹുദുഹുദൻ്റെ കൂടെ എഴുത്തയച്ചപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നിലക്ക് മുൻ പ്രവാചകന്മാരിൽ നിന്നൊക്കെയുള്ള ഒരു രീതിയാണ് എഴുത്തയക്കുമ്പോൾ അതിന് ശീലടിച്ചുകൊണ്ട് അയക്കുക എന്നുള്ളത്. ഹദ്ദസന അടുത്ത ഹദീസ് മുഹമ്മദ് ബിൻ യഹ്യ അങ്ങനെ പറഞ്ഞു പോയി. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു കാന നഖ്ശു ഖാതമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിൻ്റെ മോതിരത്തിൻ്റെ ചിത്രമായിരുന്നു അത് 3 വരയായിരുന്നു, 3 വരിയായിരുന്നു. കാനൻ്റെ ഖബർ അവിടെ ഒന്നുകിൽ സലാസത്ത അസ്തുരിൻ എന്നവിടെ സങ്കല്പിക്കുക, അതല്ലെങ്കിൽ മുഹമ്മദുൻ എന്നുള്ളതായിരുന്നു സത്തുറുൻ, അതൊരു വരിയാണ്. റസൂലുൻ എന്നുള്ളതുമാണ് സത്തുറുൻ, അത് വേറൊരു വരിയാണ്. വല്ലാഹു അള്ളാഹു എന്നുള്ളതുമാണ് സത്തുറുൻ, അത് വേറൊരു വരിയുമാണ്. അപ്പോൾ കാനൻ്റെ ഖബർ പിന്നെ മുഹമ്മദ് എന്നുള്ളത് ആക്കുക, സത്തുർ എന്നുള്ളത് അതൊരു കളയപ്പെട്ട മുത്താൻ്റെ ഖബറാക്കുക. അപ്പോൾ 3 വരിയിലായി, ഇങ്ങനെ 3 രീതിയിലായി എഴുതിയിരുന്ന, ഒരു വരിയിൽ മുഹമ്മദ്, മറ്റൊരു വരിയിൽ റസൂൽ, മറ്റൊരു വരിയിൽ അള്ളാഹ്. റസൂലുള്ള അതിനെ ധരിക്കാറില്ല എന്ന് പറഞ്ഞാൽ ഐ ദായിമൻ എന്നാണ് വിശദീകരണം കൊടുത്തിട്ടുള്ളത്. അതിനെ പതിവായി ധരിക്കാറില്ല, ബൽ ഗിബൻ ഇടയ്ക്കിടെ ധരിക്കാറുണ്ട്. കാരണം റസൂലുള്ള അതിനെ വലതു കൈയിൽ ധരിച്ചിരുന്നു എന്ന ഹദീസ് വന്നിട്ടുണ്ട്. അതുപോലെ ഖലായിൽ പ്രവേശിക്കുമ്പോൾ ഊരി വെക്കാറുണ്ട് എന്ന ഹദീസും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലായ്പ്പോഴും ധരിക്കാറില്ല എന്ന ഉദ്ദേശമാണ് ഇവിടെ ധരിക്കാറില്ല എന്ന് പറഞ്ഞാൽ. ഖാല അബൂ ഈസ, അബൂ ഈസ എന്ന് പറയുന്ന തുർമുദിമ പറയാണ്, അബൂ ബിശ്രിൻ എന്ന് പറയുന്നത് ഇസ്മുഹു ജാഫർ ബിനു അബി വഹ്ഷിയത്താണ് അദ്ദേഹത്തിൻ്റെ പേര്. അടുത്ത ഹദീസ് ഹദ്ദസന മഹ്മൂദ് ബിൻ ഗൈലാന ഖാല ഹദ്ദസന ഹഫ്സ് ബിൻ ഉമർ ബിൻ ഉബൈദിൻ വഹുവ തനാഫസിയു ഖാല ഹദ്ദസന സുഹൈറുൻ അബു ഖൈസമത അൻ ഹുമൈദിൻ അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വഅൻഹും അന്നഹു ഖാല കാന ഖാതമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹിൻ്റെ മോതിരം ആയിരുന്നു മിൻ ഫിദ്ദത്തിൻ, വെള്ളിയാൽ ആയിരുന്നു. ഫസ്സുഹു മിന്നു, അതിൻ്റെ കല്ലും ഈ വെള്ളിയിൽ നിന്ന് തന്നെയാണ്. മിന്നിവിടെ തബഈദിയായ മിന്നാണ്. ഈ മിൻഹു എന്ന് പറഞ്ഞ ദമീർ മടങ്ങുന്നത് ഖാത്തമിലേക്കാണ്. ആ മോതിരത്തിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ കല്ലും. ഐ ഫസ്സുഹു മിൻ ബഅദിഹി ലി അന്നഹു ലാ അന്നഹു ഹജറുൻ മുൻഫസിലുൻ അൻഹു മുജാവിറുൻ ലഹു, അതിനോട് ഒട്ടി നിൽക്കുന്ന എന്ന വേർപിരിഞ്ഞ് നിൽക്കുന്ന ഒരു കല്ലല്ല, ആ മോതിരത്തിൽ നിന്നും തന്നെയുള്ള ഒരു അല്പമാണ് അതിൻ്റെ പീഠവും കല്ലും ഒക്കെ. ബാബു മാ ജാഅ ഫി അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യതഖത്തമു ഫി യമീനിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
അവിടുത്തെ വലതു കയ്യിലാണ് മോതിരം ധരിക്കാറുള്ളത് എന്ന വിഷയത്തിൽ വന്ന ഹദീസുകൾ. ഇതിൻ്റെ തൊട്ടു മുമ്പുള്ളതായ ഹദീസുകൾ യഥാർത്ഥത്തിൽ മോതിരം എന്തായിരുന്നു, അതുപോലെ തന്നെ അതിലുള്ള നഖ്ഷ് എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ചൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇവിടെ ഈ മോതിരം ധരിക്കുന്നതിൻ്റെ കൈഫിയത്ത് അത് ബയാൻ ചെയ്യലാണ്. ഈ ഹെഡിങ് കൊടുത്തത് കൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം തുർമുദി തങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ വലതു കൈയിൽ മോതിരം ധരിക്കാറുണ്ട് എന്നത് സംബന്ധമായി വന്ന റിവായത്തുകളെയാണ് പ്രബലമാക്കുന്നത് ഇടതു കൈയിൽ മോതിരം ധരിക്കാറുണ്ട് എന്ന റിവായത്തുകളെക്കാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഇടതു കൈയിൽ റസൂലുള്ള മോതിരം ധരിക്കാറുണ്ട് എന്നത് സംബന്ധമായി വന്ന ഹദീസുകൾ സഹീഹ് അല്ല എന്ന നിരീക്ഷണമാണ് ബഹുമാനപ്പെട്ടവർ നടത്തിയിട്ടുള്ളത്. ഇങ്ങനെ ബാജൂരിയിൽ വിശദീകരിച്ചത് കാണാൻ കഴിയും. ചില റിവായത്തുകളിൽ വലതു കൈയിൽ വന്നിട്ടുണ്ട് മോതിരം ധരിച്ചതായി, ചിലതു കൈയിൽ ഇടതു കൈയിൽ ധരിച്ചതായി വന്നിട്ടുണ്ട്. ഈ റിവായത്തുകൾക്കിടയിൽ വയുജ്മഉ ബൈന റിവായത്തിൽ യമീനി വ റിവായാത്തിൽ യസാരി, വലതു കൈയിൽ ധരിച്ചതിൻ്റെയും ഇടതു കൈയിൽ ധരിച്ചതിൻ്റെയും ഒക്കെ റിവായത്തുകൾക്കിടയിൽ ജംഅ് ചെയ്യപ്പെടുക ബി അന്ന കുല്ലം മിന്നുമാ വഖഅ ഫീ ബഅദിൽ അഹ്വാലി, ഇതിൽ ഓരോന്നും ചില സന്ദർഭങ്ങളിൽ സംഭവിച്ചതാണ്. അതല്ലെങ്കിൽ ഔ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ലഹു ഖാത്തമാൻ, റസൂലുള്ളാഹിക്ക് 2 മോതിരമുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് കുല്ലു വാഹിദിൻ ഫി യദിൻ, ഓരോന്നും ഓരോ കയ്യിലാണ്. ആ നിലക്ക് അങ്ങനെയും ജംഅ് ചെയ്യാം. തൊണ്ണൂറ്റിരണ്ടാമത്തെ ഹദീസ് അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കതബ ഇലാ കിസ്റ, കിസ്റ രാജാവിനെ കൊള്ള റസൂലുള്ളാഹി എഴുതി. വ കൈസറ, കൈസറിലേക്കും. കിസ്റ കൈസർ രാജാവിലേക്ക്, റോമിലെ രാജാവിൻ്റെ സ്ഥാനപ്പേരാണ് കൈസർ. വൻ നജാഷിയ, നജാഷിക്കും എഴുതി. ഫഖീല ലഹു, അപ്പോൾ റസൂലുള്ളാഹിനോട് പറയപ്പെട്ടു, ഇന്നഹും ലാ യഖ്ബലൂന കിതാബൻ ഇല്ലാ ബിഖാതമിൻ, ഇവരൊന്നും ഒരു ശീല് കൊണ്ടുള്ളതല്ലാത്ത എഴുത്തിനെ സ്വീകരിക്കൂല. ഫസാഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാതമൻ, ശീല് ഇവിടെ മോതിരം കൊണ്ട് അടിക്കുന്നതാണ് അന്നത്തെ രീതി. റസൂലുള്ളാഹി ഒരു മോതിരം ഉണ്ടാക്കി. ഹൽഖത്തുഹു ഫിദ്ദത്തുൻ, അതിൻ്റെ വട്ട് റൗണ്ട് വെള്ളിയാണ്. വനുഖിസ ഫീഹി, അതിൽ ചിത്രപ്പണി നടത്തപ്പെട്ടിട്ടുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന്. അതിൻ്റെ ഫസ് കല്ല് ഹബശിയാണെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അതിൻ്റെ വട്ടക്കണ്ണി ആയിട്ട് വരുന്ന റൗണ്ട് വെള്ളിയാണ്. അടുത്ത ഹദീസ് അൻ അനസിൻ റളിയല്ലാഹു അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ഇദാ ദഖലൽ ഖലാഅ, റസൂലുള്ളാഹി മലമൂത്ര വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിച്ചാൽ നസഅ ഖാതമഹു, തൻ്റെ മോതിരത്തെ ഊരി വെക്കും. കാരണം അതിൻ്റെ മേൽ മുഅല്ലമായ ഇസ്മുണ്ട്, മുഹമ്മദ്, റസൂലു, അള്ളാഹ് എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത്തരത്തിൽ ഉള്ളതൊക്കെ ഒഴിവാക്കണം, നമ്മുടെ നിയമം തന്നെയാണല്ലോ. അടുത്ത ഹദീസ് അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല ഇത്തഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ഖാതമൻ മിൻ വരിഖിൻ, റസൂലുള്ളാഹി വെള്ളിയാലുള്ള ഒരു മോതിരം ഉണ്ടാക്കി.
ഫകാന ഫി യദിഹി, അങ്ങനെ അത് റസൂലുള്ളാഹിന്റെ കയ്യിലായിരുന്നു. സുമ്മ കാന ഫി യദി അബീബക്കറിൻ, പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലായി അത്. യദി ഉമർ റളിയല്ലാഹുവിന്റെ കയ്യിലുമായി. സുമ്മ കാന ഫി യദി ഉസ്മാന, പിന്നെ അത് ഉസ്മാൻ തങ്ങളുടെ കയ്യിലായിരുന്നു. ഹത്താ വഖഅ ഫി ബിഇരി അരീസിൻ, അത് ബിഇർ അരീസിൽ വീഴുന്നത് വരെ, ബഹുമാനപ്പെട്ടവരുടെ കയ്യിൽ നിന്നത് ബിഇർ അരീസിൽ വീണു. നഖ്ശുഹു മുഹമ്മദ് റസൂലുള്ള, അതിന്മത്തെ ചിത്രവും മുഹമ്മദ് റസൂലുള്ളയായിരുന്നു. അപ്പോൾ ബിഇർ അരീസിൽ ബഹുമാനപ്പെട്ടവരുടെ ഖിലാഫത്തിൻ്റെ കാലത്താണ് അത് വീണത്. അത് തന്നെ ഒരു ഖിലാഫത്ത് അവസാനിക്കാനുള്ള അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതിലേക്കൊരു സൂചനയാണ്. പിന്നെ അതിൻ്റെ ശേഷമാണ് ആ സംഭവവികാസങ്ങളൊക്കെ നടക്കുകയും വധിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയൊക്കെ ചെയ്തത്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ മോതിരത്തിലുള്ള ഒരവസ്ഥയും ഇങ്ങനെ ചില അസ്റാറുകൾ ഉണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ടപ്പോഴാണല്ലോ സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ രാജാധികാരവും പോയത്. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ നിന്നുള്ള ആ മോതിരം ഈ ബിഇർ അരീസിൽ നഷ്ടപ്പെട്ടു. പിന്നെ തെരഞ്ഞെങ്കിലും കിട്ടിയില്ല. അത് ബഹുമാനപ്പെട്ടവരുടെ ആ ഖിലാഫത്ത് അവസാനിക്കാനും അദ്ദേഹത്തിൻ്റെ വഫാത്തിൽ വരെ കലാശിക്കുകയാണ് ഉണ്ടായത്. വകാന ഫി ഖാതമിൽ മുസ്തഫ ശൈഉൻ മിനൽ അസ്റാർ, റസൂലുള്ളാഹിൻ്റെ മോതിരത്തിൽ ചില സിറുകൾ ഉണ്ടായിരുന്നു എന്നാണ്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ മോതിരത്തിൽ അങ്ങനെ ചില സിറുകൾ ഉണ്ടായിരുന്നു എന്നതുപോലെ ഇക്കാര്യങ്ങൾ ഈ ശുറൂഹുകളിൽ കാണാൻ കഴിയും. പിന്നെ മോതിരങ്ങൾക്ക് ചിലപ്പോൾ എഴുത്തുകൾ കൊണ്ടുള്ള ചിത്രങ്ങളുണ്ടാവും. അതിൽ നഖ്ശ് കൊത്തിവെച്ചിട്ടുണ്ടാവുക എഴുത്തുകളായിരിക്കാം. ചിലപ്പോൾ രൂപങ്ങളാവാം. രൂപങ്ങളാകുമ്പോൾ ഭംഗിക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഹറാമായ രൂപങ്ങൾ വരാൻ പാടില്ല. ഇനി എഴുത്തുകളാവുമ്പോൾ പലപ്പോഴും അത് മരണചിന്ത വരുത്തുന്ന ചില പ്രത്യേകമായ പദങ്ങളായിരിക്കും. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മോതിരത്തിന്മേൽ ഉള്ള നഖ്ശ് അത് കഫാ ബിൽ മൗതി വാഇള എന്നായിരുന്നു. ചില ആളുകൾ സ്വന്തം പേരെഴുതും, അതുകൊണ്ട് സീൽ വെക്കാൻ വേണ്ടിയിട്ട്. വേറെയും ഉണ്ടാവാറുണ്ട്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മോതിരത്തിന്മേലുള്ള എഴുത്ത് ലില്ലാഹിൽ മുൽക്ക് എന്നായിരുന്നു. ഹുദൈഫത്ത് ബിനുൽ ജറാഹ് അൽഹംദുലില്ലാ എന്നായിരുന്നു അവരുടെ മോതിരത്തിന്മേൽ. അബൂ ജഅഫർ അൽ ബാഖിരി എന്നവരുടെ മോതിരത്തിന്മേലുണ്ടായിരുന്നു അൽ ഇസ്സത്തു ബില്ലാ. വ ഇബ്രാഹിം നഖഇ എന്നവരുടെ മോതിരത്തിന്മേലുണ്ടായിരുന്നു അസ്സിഖത്തു ബില്ലാ. മസ്റൂഖ് എന്നവരുടെ മോതിരത്തിന്മേലുണ്ടായിരുന്നു ബിസ്മില്ലാ. റസൂലുള്ള തന്നെ മോതിരം ഉണ്ടാക്കിയിട്ട് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ഇത്തഖദ ആദമു ഖാതമൻ, ആദം നബി അലൈഹിസ്സലാം മോതിരം ഉണ്ടാക്കി. എന്നിട്ട് വനഖശ ഫീഹി ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്, അതുമേ ആദം നബി അലൈഹിസ്സലാം കൊത്തി എഴുതിയത് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നാണ്. നവാദിറുൽ ഉസൂലിൽ കാണാം മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ മോതിരത്തിന്മേലുള്ളത് ലികുല്ലി അജലിൻ കിതാബ് എന്നാണ്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ മോതിരത്തിൻ്റെ ഫസ്, അതിൻ്റെ കല്ല് സമാവിയായിരുന്നു എന്നാണ്. ഉൽഖിയ ഇലൈഹി മിനസ് സമാ, ആകാശത്തിൽ നിന്ന് ബഹുമാനപ്പെട്ടവരിലേക്ക് ഇടപെട്ടതായിരുന്നു. ഫ അഖദഹു ഫ വളഅഹു ഫി ഖാതമിഹി, ബഹുമാനപ്പെട്ടവർ അതെടുത്ത് മോതിരത്തിൽ വെച്ചു. അതുമുണ്ടായിരുന്ന നഖ്ശ് അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന മുഹമ്മദുൻ അബ്ദി വ റസൂലി എന്നായിരുന്നു.
അപ്പോൾ ഇങ്ങനെയൊക്കെ മോതിരത്തുമ്മേൽ എഴുതിയിരുന്നു. ഹുദൈഫത്ത് എന്നവർ, ഇബ്നുൽ ജറാഹ് എന്നവർ, അവരുടെയൊക്കെ മോതിരത്തിന്മേൽ ഉണ്ടായിരുന്നത് അൽഹംദുലില്ലാ എന്നാണ്. ആശിയത്തുൽ ബാജൂരിയിൽ ഇക്കാര്യം വിശദമാക്കിയിട്ടുണ്ട്. അപ്പോൾ മോതിരത്തിന്മേൽ എന്തെങ്കിലുമൊക്കെ എഴുതുന്നതിന് വിരോധമില്ല എന്ന് സാരം. അല്ലാഹു അഅലം ബിസ്സവാബ്. عن نافع عن ابن عمر أن النبي صلى الله عليه وسلم اتخذ خاتما من فضة. റസൂലുള്ള വെള്ളിയാലുള്ള ഒരു മോതിരത്തെ ഉണ്ടാക്കി. വജഅല ഫസ്സഹു മിമ്മാ യലി കഫഹു. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ അതിൻ്റെ കല്ലിനെ മുൻകൈയിനോട് അടുത്ത ഒരു ഭാഗത്തേക്കാക്കി, അടുത്ത ആ സ്ഥലത്തിനോടാക്കി എന്ന് പറഞ്ഞാൽ മുൻകൈയിൻ്റെ ആ ഭാഗത്ത്, മുൻകൈയിൻ്റെ പള്ളയിൽ തട്ടുന്ന വിധം. വനഖസ ഫീഹി മുഹമ്മദുർ റസൂലുള്ളാഹി. റസൂലുള്ളാഹ് അതിൽ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് എഴുതിയിരുന്നു, ചിത്രം പണി നടത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ അവർ റസൂലിനെ കൽപ്പിച്ചിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. വനഹ അൻ യൻകുശ അഹദുൻ അലൈഹി. റസൂലുള്ള വിരോധിച്ചു ആ മോതിരത്തിൻ്റെ മേൽ ഏതെങ്കിലും ഒരാൾ അതിൻ്റെ മേൽ റസൂലുള്ളാഹി തങ്ങൾ ഈ നഖ്ശ് ചെയ്തതുപോലെ നഖ്ശ് ചെയ്യലിനെ, എന്നാൽ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് റസൂലുള്ള എഴുതിയതുപോലെ എഴുതലിനെ റസൂല വിരോധിച്ചിരുന്നു. അപ്പോൾ വിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ റസൂൽ അങ്ങനെ വിരോധിച്ചതായിട്ടുള്ള ഒരു റിവായത്ത് ബുഖാരിയിലുണ്ട്. അൻ അനസിൻ ഇത്തഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതമൻ മിൻ ഫിദ്ദത്തിൻ. റസൂലുള്ളാഹി തങ്ങൾ ഒരു വെള്ളിൻ്റെ മോതിരം ഉണ്ടാക്കിയിട്ട് വനഖസ ഫിഹി മുഹമ്മദുർ റസൂലുള്ളാഹ്, അതിൽ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് നഖ്ശ് ചെയ്യാൻ റസൂലുള്ള കൽപ്പിച്ചു. വഖാല ഇന്നി ഇത്തഖദതു ഖാതമൻ മിൻ വരിഖ്. ഞാൻ ഒരു വെള്ളിൻ്റെ മോതിരം ഉണ്ടാക്കിയിട്ട് വനഖസ്തു ബിഹി മുഹമ്മദുർ റസൂലുള്ളാഹ്, അതിൽ ഞാൻ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് നഖ്ശ് ചെയ്തിട്ടുണ്ട്. ഫലാ യൻഖുശു അഹദുൻ അലാ നഖ്ശിഹി. ഇതുപോലെ ആരും അങ്ങനെ ചിത്രം നഖ്ശ് ചെയ്യരുത്, മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് എഴുതരുത്. അപ്പോൾ റസൂലുള്ളാഹി അത് വിരോധിച്ചിട്ടുണ്ട്. മറ്റുള്ളവരത് ചെയ്താൽ അവിടെ ഇൽബാസ്, ഫസാദ് ഒക്കെ വരാൻ ഇടയുണ്ട് എന്നുള്ള നിലക്കാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ചില സ്വഹാബികൾ, ബഹുമാനപ്പെട്ട മുആദ് എന്നവർ അങ്ങനെ മോതിരത്തുമ്മ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് കൊത്തിണ്ടാക്കിയിരുന്നു എന്നുള്ളത് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ്. ഇനി സ്ഥിരപ്പെട്ടു എന്ന് വന്നാൽ തന്നെ ഈ നിരോധന വരുന്നതിന് മുമ്പ് ചെയ്തതാണെന്ന് വെക്കണം. ഇതിൽ വന്ന ഹദീസ് 95 നമ്പർ. ഹദ്ദസന മുഹമ്മദ് ബിൻ സഹിൽ ബിൻ അസ്കരിൽ ബഗ്ദാദി, അങ്ങനെ തുടങ്ങി. അൻ അലി ബിൻ അബി ത്വാലിബിൻ റളിയല്ലാഹു അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യൽബസു ഖാതമഹു ഫി യമീനിഹി. അലി ബിൻ അബി ത്വാലിബ് തങ്ങളെ തൊട്ട് റസൂലുള്ളാഹി തങ്ങൾ തൻ്റെ വലതു കൈയിൽ മോതിരത്തെ ധരിക്കുന്നവരായിരുന്നു. അതുപോലെ തന്നെ അടുത്ത ഹദീസിൽ അൻ ശരീഖ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബി നമീരിൻ നഹ്വഹു, മഅനയിൽ ഇതുപോലെ തന്നെ റിവായത്ത് ചെയ്തിട്ടുണ്ട്. ലഫ്ദ് ഇങ്ങനെയല്ല. നഹ്വ് എന്ന് പറഞ്ഞാൽ മഅനയിൽ ആവുമ്പോഴാണ് നഹ്വ് എന്ന് പറയുക. മിസ്ലഹു എന്ന് പറയുമ്പോൾ ലഫ്ദ് അതേമാതിരി ആകുമ്പോഴാണ്.
അടുത്ത ഹദീസും അങ്ങനെ തന്നെയാണ്. റഅയ്തു അബ്ദുല്ലാഹി ബിൻ ജഅഫറിൻ യതഖത്തമു ഫീ യമീനിഹി. ബഹുമാനപ്പെട്ട ഹമ്മാദ് ബിൻ സലമത്ത് എന്നവരെ തൊട്ട് അവർ പറയാണ്, റഅയ്തു ബിൻ അബി റാഫിഇൻ യതഖത്തമു ഫീ യമീനിഹി. ഇബ്നു അബി റാഫി എന്നവരെ ഞാൻ കണ്ടു വലതു കൈയിൽ മോതിരം ധരിക്കുന്നതായിട്ട്. ഫസഅൽതുഹു അൻ ദാലിക, അപ്പോൾ അത് സംബന്ധമായി ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനോട് ഫഖാല പറഞ്ഞു, റഅയ്തു അബ്ദുല്ലാഹി ബിൻ ജഅഫറിൻ യതഖത്തമു ഫീ യമീനിഹി. അബ്ദുല്ലാഹി ബിൻ ജഅഫർ എന്നവർ വലതു കൈയിൽ മോതിരം ധരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അതാണ് ഞാൻ ചെയ്തത്. വഖാല അബ്ദുല്ലാഹി ബിൻ ജഅഫർ എന്നവർ പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഖത്തമു ഫീ യമീനിഹി. റസൂലുള്ള വലതു കൈയിലാണ് മോതിരം ധരിക്കാറുള്ളത്. അടുത്ത ഹദീസിലും ഇതേ നിലക്ക് തന്നെയാണ്. അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യതഖത്തമു ഫീ യമീനിഹി. അൻ ജാബിർ ബിൻ അബ്ദുല്ലാഹി എന്ന വരെ തൊട്ടുള്ള ഹദീസിൽ അടുത്ത ഹദീസ് 99, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യതഖത്തമു ഫീ യമീനിഹി. അടുത്ത അനിസ് സൽത്ത് ബിൻ അബ്ദുല്ലാഹി എന്നവരെ തൊട്ട് ഖാല കാന ഇബ്നു അബ്ബാസിൻ യതഖത്തമു ഫീ യമീനിഹി. ഇബ്നു അബ്ബാസ് തങ്ങൾ വലതു കൈയിൽ മോതിരം ധരിക്കുന്നവരായിരുന്നു. വലാ ഇഖാലുഹു ഇല്ലാ ഖാല, അവരെ ഞാൻ വിചാരിക്കുന്നില്ല അവർ പറഞ്ഞിട്ടൊഴികെ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഖത്തമു ഫീ യമീനിഹി. അപ്പം അങ്ങനെ മുമ്പ് പറഞ്ഞതായിട്ടാണ് എൻ്റെ ഭാവന. റസൂലുള്ള വലതു കൈയിൽ മോതിരം ധരിക്കാറുണ്ട് എന്ന്. അടുത്ത ഹദീസ്, വഹുവല്ലദീ സഖത മിൻ മുഅയ്ഖിബിൻ ഫീ ബിഇരി അലീസ്. ഈ മോതിരമാണ് മുഅയ്ഖിബ് എന്നവരിൽ നിന്ന് ബിഇർ അലീസിൽ വീണത്. ഈ മോതിരം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കയ്യിൽ നിന്ന് ബിഇർ അലീസിൽ വീണതായിട്ട് നേരത്തെ ഒരു റിവായത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് നിലക്കും ഇത് വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണമായിട്ട് ഇമാമുകൾ വിശദീകരിക്കുന്നത്, ബഹുമാനപ്പെട്ട മുഅയ്ഖിബ് എന്നുള്ളവർ ഒരു പ്രമുഖ സഹാബിയാണ്. വളരെ നേരത്തെ ഇസ്ലാമിലേക്ക് വരികയും ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ബദരീങ്ങളിൽപ്പെട്ട സഹാബിയാണ്. ഹബിഷയിലേക്ക് ഹിജ്റ പോയവരുമാണ്. റസൂൽ വകാന യലി ഖാതമൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ടവർ റസൂലുള്ളാഹിൻ്റെ മോതിരം ഏറ്റെടുത്ത ആളായിരുന്നു എന്ന് പറഞ്ഞാൽ മോതിരത്തിൻ്റെ കാര്യങ്ങൾ മൂപ്പരെ കയ്യിലായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ബിഇർ അരീസിൽ വീണു എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഇഹ്തിമാല് പറയുന്നത് അന്നഹു അദ്ദേഹത്തിൽ നിന്ന് വീണു, അതല്ലെങ്കിൽ ഉസ്മാൻ എന്നവരിൽ നിന്ന് വീണു എന്നാണല്ലോ പറയുന്നത്. രണ്ട് നിലക്കാണല്ലോ വന്നിട്ടുള്ളത്. വയഹ്തമിലു അന്നഹു തലബഹു മിൻ മുഅയ്ഖിബിൻ. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ മുഅയ്ഖിബിൽ നിന്ന് ഈ മോതിരത്തെ ആവശ്യപ്പെട്ടു. അദ്ദേഹമാണല്ലോ മോതിരത്തിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. ലിയഖ്തിമ ബിഹി ഷൈഅൻ, അതുകൊണ്ട് പിന്നെ ഒരു വസ്തുവിന് ശീലടിക്കാൻ വേണ്ടി. വസ്തമറ ഫി യദിഹി, അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ അത് നിലനിന്നു, ഉസ്മാൻ തങ്ങളുടെ കയ്യിൽ. വഹുവ മുതഫക്കിറുൻ ഫി ഷൈഇൻ, ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സുമ്മ ദഫഅഹു ഫി തഫക്കുരിഹി ഇലാ മുഅയ്ഖിബിൻ, ഈ ചിന്തക്കിടെ മുഅയ്ഖിബിലേക്ക് അതിനെ കൊടുത്തു. ഫസ്തഖല യഖുദുഹു, അദ്ദേഹം അത് വേടിക്കുന്ന ആ ജോലിയിൽ ഏർപ്പെട്ടു, എന്നാൽ വേടിച്ചു. അദ്ദേഹം എന്തോ ജോലിയില, ഫസ്തഖല അദ്ദേഹം ജോലിയായി, യഖുദുഹു ഇതിനെ വേടിക്കുന്ന അവസ്ഥയിൽ. ഫസഖത, അങ്ങനെ അത് ആ സമയത്ത് അത് വീണു. അപ്പോൾ രണ്ടാളും കൂടി ഈ മോതിരം കൈകാര്യം ചെയ്യുന്ന ആ ഒരു വേളയിലാണ് ബിഇർ അരീസിൽ വീണത് എന്ന് സാരം.
ഫനുസിബ സുഖൂതുഹു ലികുല്ലി മിൻഹുമാ. അപ്പോൾ ഈ വീണത് ഇവരിൽപ്പെട്ട ഓരോരുത്തരിലേക്കും ചേർത്തപ്പെട്ടതാണ്, ഉസ്മാൻ തങ്ങളിലേക്കും മുഅയ്ഖിബ് എന്നവരിലേക്കും. ഇങ്ങനെയാണ് ഇതിനെ ഒരു ജംഅ് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു വിശദീകരണം നൽകപ്പെട്ടിട്ടുള്ളത്. അടുത്ത ഹദീസ്, ഹദ്ദസനാ ഖുതൈബത്ത് ബിനു സഈദിൻ ഖാല ഹദ്ദസനാ ഹാത്തിം ബിനു ഇസ്മാഈല അൻ ജഅഫർ ബിൻ മുഹമ്മദിൻ അൻ അബീഹി ഖാല കാനൽ ഹസനു വൽ ഹുസൈനു. ബഹുമാനപ്പെട്ട ഇമാം ഹസൻ ഹുസൈൻ റഹ്മഹുമുല്ലാ അവരായിരുന്നു യതഖത്തമാനി ഫി യസാരിഹിമ, അവർ രണ്ടുപേരും അവരുടെ ഇടതു കൈയിൽ മോതിരം അണിയുന്നവരായിരുന്നു. ബഹുമാനപ്പെട്ട സൈനുൽ ഇറാഖി തങ്ങൾ പറയുന്നത്, മുസന്നിഫ് ഇമാം തുർമുദി റഹ്മഹുല്ലാ പറഞ്ഞിട്ടില്ല ഫി തഖത്തുമി ഫിൽ യസാരി, ഇടതു കൈയിൽ മോതിരം അണിയുന്ന വിഷയത്തിൽ ഇല്ല ഹാദൽ അസറ, ഈ ഒരു അസറിനെയല്ലാതെ, ഹസൻ ഹുസൈൻ തങ്ങളെ തൊട്ടുള്ള ഈ ഒരു വിവരണമല്ലാതെ, മിൻ ഗൈരി സിയാദത്ത്, വേറെ ഇതിലൊന്നും അധികമില്ല. എന്നാൽ വഖദ് ജാ ഫി ബഅദ് തുറുഖിഹി, ഇതിൻ്റെ ചില വഴികളിൽ വന്നിട്ടുണ്ട്, റഫ്ഉ ദാലിക ഇലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിലേക്ക് ഇതിനെ ഉയർത്തലിനെ. റസൂലുള്ളയും ഇടതു കൈയിൽ മോതിരം അണിഞ്ഞിട്ടുണ്ട്. മഅ സിയാദത്തി അബീബക്കറിൻ വ ഉമറ വ അലിയിൻ, അബൂബക്കർ തങ്ങൾ, ഉമർ തങ്ങൾ, അലി തങ്ങൾ ഇവരൊക്കെ അധികം പറയലോടുകൂടെ എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഈ ഇടതു കൈയിൽ മോതിരം അണിഞ്ഞിരുന്നു എന്ന അർത്ഥത്തിൽ. റവാഹു അബു ഷെയ്ഖ് ഫിൽ അഖ്ലാഖ് വൽ ബൈഹഖി ഫിൽ അദബി വലഫ്ളുഹു, ഇമാം ബൈഹഖി അദബിൽ ഉദ്ധരിച്ചത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ അബൂബക്കറിൻ വ ഉമറു വ അലിയുൻ വൽ ഹസനു വൽ ഹുസൈനു, ഇവരൊക്കെയായിരുന്നു യതഖത്തമൂന ഫിൽ യസാരി, ഇടതു കൈയിൽ മോതിരം അണിയുന്നവരായിരുന്നു. അങ്ങനെ ചില സമയങ്ങളിൽ അങ്ങനെ ധരിച്ചിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ ഇങ്ങനെയും റിവായത്തുകളിലുണ്ട്, ചില സമയങ്ങളിലൊക്കെ അങ്ങനെ ധരിച്ചിട്ടുണ്ടാവാം. അടുത്ത ഹദീസ്, അപ്പം ഈ ഒരു ഹദീസ് ഈ ബാബിൽ മുസന്നിഫ് കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം, വലതു കൈയിൽ മോതിരം അണിയുന്നതിൻ്റെ ഹെഡിങ്ങിലാണല്ലോ ഇത് കൊണ്ടുവന്നിക്കുന്നത്. അത് ഈ തർജ്ജമയുടെ എതിരിൽ ഇത് കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം അത്തംബീഹു അലാ അന്നഹു ലാ യുഹ്തജു ബിഹി വ ഇൻ സഹഹത് റിവായാത്തുഹു, ഈ റിവായത്തുകൾ സഹീഹാണെങ്കിൽ പോലും ഇതുകൊണ്ട് ലക്ഷ്യം പിടിക്കാൻ പറ്റില്ല എന്നൊന്ന് ഉണർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ ഉദ്ദേശത്തിലാണ് ഇത് കൊണ്ടുവന്നത് എന്ന് ബഹുമാനപ്പെട്ട മുസന്നിഫിനെ കൊണ്ടുവന്നതിനെ സംബന്ധിച്ച് ബാജൂരിയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. വഖസ്തുൽ മുസന്നിഫി ബിസിയാഖി ഹാദൽ അസരി ഫി ഹാദൽ ബാബി മഅ കൗനിഹി ളിദ്ദ തർജുമത്തി അത്തംബീഹു അലാ അന്നഹു ലാ യുഹ്തജു ബിഹി വ ഇൻ സഹഹത് റിവായാത്തുഹു. അടുത്ത ഹദീസ് 103, അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യതഖത്തമു ഫി യമീനിഹി, മേൽ പറഞ്ഞതുപോലെ. വഖാല അബൂ ഈസ, തുർമുദി പറയുന്നു, ഹാദാ ഹദീസുൻ ഗരീബുൻ ലാ നഅരിഫുഹു മിൻ ഹദീസ് സഅദ് ബിൻ അബി അറൂബത, സഅദ് ബിൻ അബി അറൂബത്തിന്റെ ഹദീസിലൂടെ ഇതിനെ നാം അറിയുന്നില്ല, അതൊരു ഗരീബായ ഹദീസാണ്. അദ്ദേഹം ഖത്താദിനെ തൊട്ട് ഉദ്ധരിച്ചതായിട്ട് നമുക്കറിയില്ല. അനസിൻ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഅവ ഹാദാ ഇല്ലാ മിൻ ഹാദൽ വജ്ഹി, ഇതുപോലെ റസൂലുള്ളാഹിനെ തൊട്ട്, അനസ് എന്നവരെ തൊട്ട്, ഖത്താദ് എന്നവരെ തൊട്ട് അങ്ങനെ ഉദ്ധരിച്ചതായിട്ട് ഈ ഒരു വഴിയിലൂടെ എല്ലാം നമുക്കറിയൂല. റവാ ബഅദു അസ്ഹാബി ഖത്താദത അൻ അനസ് ഇബ്നു മാലിക് അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു കാന യതഖത്തമു ഫി യസാരിഹി, അങ്ങനെയും ഈ ഖത്താദ തങ്ങളുടെ അസ്ഹാബിൽപ്പെട്ട ചിലവർ
ഖത്താദത്ത് എന്നവരെ തൊട്ട്, ഖത്താദത്ത് അനസ് ബിൻ മാലിക് തങ്ങളെ തൊട്ട്, റസൂറുല്ലാനെ തൊട്ട്, റസൂറുള്ള ഇടതു കൈയിൽ മോതിരം ധരിക്കാറുണ്ട് എന്ന് റിവായത്ത് ചെയ്തു വന്നിട്ടുണ്ട്. വവ ഹദീസുൻ ലാ യസിഹു അയ്ളൻ, അതും സഹീഹല്ലാത്ത ഒരു ഹദീസാണ്. എന്നാൽ മഹാന്മാരായ അയിമ്മത്ത് ഇത് വിശദീകരിക്കുന്നത് വയളുഹറു കമാ ഖാലഹു ബിനു ജമാഅ വസൈനുൽ ഇറാഖി, ഇവരൊക്കെ പറഞ്ഞത് പ്രകാരം അന്നന്നഹിയ ഖാസുൻ ബി ഹയാത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖദം മിനൽ ഇല്ലത്തി, ഇത് റസൂലുള്ളാഹിന്റെ ജീവിതകാലത്ത് മാത്രം പ്രത്യേകമായതാണ്. ഇൽബാസ് ഫസാദ് ലൗ നഖസ ഗൈറുഹു മിസ്ലഹു ലഅദ്ദാ ഇലൽ ഇൽബാസി വൽ ഫസാദി എന്നാണ്. പ്രവാചകർ റസൂലുള്ളാഹി തങ്ങളുള്ള കാലത്ത് വേറൊരു എഴുതുമ്പോൾ ശീല് പതിപ്പിച്ചു വിട്ട റസൂലുള്ള എഴുതിയതാണോ മറ്റുള്ളവർ ഇങ്ങനെ പതിച്ചതാണോ എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ പല നിലക്കുള്ള ഫസാദുകളും അതുകൊണ്ട് വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് റസൂലുള്ള വിരോധിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ എഴുതാൻ പാടില്ല മുഹമ്മദ് റസൂലുള്ള എന്ന മോദരത്തിന്മേൽ എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞത് റസൂലുള്ളാഹിന്റെ ഹയാത്ത് കൊണ്ട് പ്രത്യേകമായതാണ്. വഫാത്തിന് ശേഷം അത് പ്രശ്നമില്ല. ബാജൂരി 107, 108. അടുത്ത ഹദീസ് അൻഇബ്നു ഉമറ റളിയല്ലാഹു അൻഹുമാ അന്നഹു ഖാല ഇത്തഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാതമൻ മിൻ ദഹബിൻ, റസൂലുള്ളാഹ് സ്വർണത്തിന്റെ ഒരു മോതിരം ഉണ്ടാക്കി. ഫകാന യൽബസുഹു ഫി യമീനിഹി, അങ്ങനെ റസൂലുള്ളാഹ് അത് തൻ്റെ വലതു കൈയിൽ ധരിക്കുന്നവരായി. ഇതിനെ അയിമത്ത് വിശദീകരിക്കുന്നത് ഐ ഖബില തഹരീമി ദഹബി അല റിജാലിന, പുരുഷന്മാരുടെ മേൽ സ്വർണം ഹറാമാക്കുന്നതിൻ്റെ മുമ്പാണ് ഈ സംഭവം. ഈ തർജമവും ഇമാം തുർമുദി തങ്ങൾ തൻ്റെ ഈ തർജമയിൽ ഇത് കൊണ്ടുവന്നതിൻ്റെ യോജിപ്പ് എന്താന്ന് വെച്ചാൽ, റസൂലുള്ളാഹ് വലതു കൈയിലാണ് മോതിരം ധരിച്ചത്, അതാണല്ലോ ഹെഡിങ്ങിലുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് പറഞ്ഞതാണ്. ഫത്തഖദന്നാസു ഖവാതീമ മിൻ ദഹബിൻ, അപ്പോൾ ജനങ്ങളും സ്വർണത്തിനായുള്ള മോതിരങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി, സഹാബികളെ. ഫത്തറഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി അത് കണ്ടപ്പോൾ അതുകൊണ്ട് ഒഴിവാക്കി. വഖാല ലാ അൽബസുഹു അഹദ, ഞാൻ ഒരിക്കൽ ധരിക്കൂല എന്ന് പറയുകയും ചെയ്തു. കാരണം ഇത് സഹാബികൾ റസൂലുള്ളാഹിനോട് താബിയായിട്ട് ചെയ്തപ്പോൾ അത് ശരിയല്ല എന്ന് റസൂലുള്ളാഹിക്ക് തോന്നി. അതോടൊപ്പം ഇത് ഹറാമാക്കിക്കൊണ്ടുള്ള വഹയി ഇറങ്ങലും സംഭവിച്ചു. അപ്പോൾ റസൂലുള്ളാഹി അത് വേണ്ടാന്ന് വെച്ചതാണ്, ഒഴിവാക്കിയതാണ്. ഇപ്പോൾ പുരുഷന്മാർക്ക് സ്വർണം ധരിക്കുക എന്നുള്ളത് ഹറാമാണ് എന്ന വിഷയത്തിൽ ഇജ്മാ ഉണ്ട് എന്നാണ് ഇമാം നവവി തങ്ങൾ ശറഹ് മുസ്ലിമിൽ ഉദ്ധരിച്ചതായി ബാജൂരിയിൽ പറയുന്നത്. റസൂലുള്ളാഹി അത് ഒഴിവാക്കിയപ്പോൾ ഫതറഹന്നാസു ഖവാതീമഹും, സഹാബികളും അവരുടെ മോതിരങ്ങളൊക്കെ, സ്വർണത്തിൻ്റെ മോതിരങ്ങളൊക്കെ ഒഴിവാക്കി റസൂലുള്ളാഹിനോട് താബി ആയിട്ട്.